പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളതാണ് വിശദീകരിച്ചത്. യൗമ് എന്താണെന്ന് വിശദീകരിച്ചു. കുറച്ച് അമ്മ യൗമ് അവന് അന്വേഷിച്ചു പോകുന്ന വിജ്ഞാനത്തിന്റെ മേഖലകളാണ്. തയമ്മം എന്നൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായത്. യമ്മ് അതാണ് ഉണ്ടായത്. അതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ടത്. അത് 24 മണിക്കൂർ കൂടുന്ന രാപ്പകലുകളുടെ മാറ്റത്തിലുള്ള ഒരു ദിവസം എന്ന് ഖുർആനിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നും നമ്മൾ വിശദീകരിച്ചു. മഅദൂദാത്തും വിശദീകരിക്കേണ്ട. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വൈജ്ഞാനികമായ തലം, അതിൻ്റെ ആന്തരികമായ തലം, അതിൻ്റെ പദാർത്ഥ തലമല്ല, ചരിത്രമല്ല, ബാഹ്യമല്ല എന്നർത്ഥം. ഇനി അത് വീണ്ടും വീണ്ടും പറയേണ്ടതില്ല. ഒരുവിധ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയാറുണ്ടത് അതായത് ആ വായനയാണ് എന്നുള്ളത്, ഒരു ആശയ വായനയാണിത് എന്നുള്ളത്, ആന്തരിക വായനയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധനയാണ്, ഇനി അതിൻ്റെ ബാക്കി ഭാഗം ഉള്ള ഒരു പരിശോധനയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. വമങ്കാന മിങ്കും മരീളൻ, അതാണ് അടുത്ത വചനം. നിങ്ങൾ രോഗിയാണെങ്കിൽ, ഒറ്റ വാക്കിൽ കേട്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, മരീളൻ എന്ന് പറഞ്ഞ ശാരീരികമായ രോഗമല്ല, അവന്റെ കൽബിയായ രോഗമാണ്. ഇത്രയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞ അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചില സഹോദരങ്ങൾ പറയണ്ട, ഒറ്റ വാക്കിൽ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ പോരെ, വിശദമായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അവരാ ഇപ്പൊ ഒറ്റ വാക്കിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് കേട്ടിഞ്ഞ് നിർത്താം. കൽബം മരീൽ എന്ന് പറഞ്ഞ ഹൃദയത്തിലുള്ള രോഗമാണ് എന്ന് പറഞ്ഞാൽ അവന് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ഒരു വെളിച്ചം പോലും കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്നർത്ഥം. സഫർ എന്ന് പറയുന്നത് ഇത് ഈ റിഹ്ലത്തുൽ ഫിക്റാണ്. അവന്റെ ചിന്താപരമായ, ബുദ്ധിപരമായ, അന്വേഷണാത്മകമായ യാത്രയാണ്, ശാരീരികമായ യാത്രയല്ല. ഇതാണ് ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അതിന് പറ്റിയ ഒരു മറ്റു വേളകളിൽ, വിജ്ഞാനത്തിന്റെ മറ്റു മേഖലകളിൽ അവന് അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഇത്രയാണ് അതിന്റെ ചുരുക്കി പറഞ്ഞത്. ഇനി വിശദീകരണം വേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് വിശദീകരിക്കും. മറല് എന്ന് പറഞ്ഞ ലറമ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറല്, അതിൽ നിന്നാണ് റമല് ഉണ്ടായത്, ലമീർ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കും. ഒരേ അക്ഷരങ്ങളാണ്. ഇതിന് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇനി പറയുന്നത്. മറല് എന്ന മീമ് റാഹ് ലാഹ്, അതുപോലെ തന്നെ ലറമ് എന്നുള്ളത് അതേ അക്ഷരങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനങ്ങോട്ട് തിരിച്ചിട്ടു എന്ന് മാത്രം. ഇതേ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് തന്നെയാണ് റമല എന്നുള്ള ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാണ് പിന്നെ അലിഫും നൂനും കൂടി കൂടുമ്പോൾ ആൻ എന്നുള്ള നൗ, ഇപ്പൊ ലൈവ് ആയിട്ടും കൂടി പറയുമ്പോൾ ആൻ അൽ ആൻ എന്ന് പറയില്ല, ആനും കൂടി ചൂടുമ്പോ റമലാൻ ആകുകയാണ് എന്നർത്ഥം. അത് ലമിറ എന്ന് പറയുന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, ലാമിർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലമിറ എന്നുള്ള വാക്ക് ലാമിർ എന്ന് വന്നപ്പോൾ അതിൽ നിന്നാണ് റമല എന്നുണ്ടായത്. ലാമിർ മെലിഞ്ഞ ഒട്ടകം അല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മെലിഞ്ഞ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഹജ്ജിന് വരണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നമ്മൾ ഒരിക്കൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ലറമ് എന്ന് പറഞ്ഞാല്? ലറമ് എന്ന് പറഞ്ഞ ഒരു സ്പാർക്ക് ഉണ്ടാവില്ല. നമ്മൾ ഏതൊരു തീ കത്തിക്കുമ്പോഴും അതിന്റെ മുമ്പ് ഒന്ന് സ്പാർക്ക്, ഒരു നീല നിറത്തിൽ ഒന്ന് സ്പാർക്ക് ചെയ്യും. അതാണ് അതിന്റെ ലറമ് എന്ന് പറയുന്നത്. ആ ചെറിയ നേരിയ ആ തീന്റെ നാളം. ഇപ്പൊ ലൈറ്ററൊക്കെ കത്തിക്കുമ്പോൾ, ഇത് കത്തിക്കാൻ ലൈറ്റർ നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ, തീ കത്തിക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റർ അടിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സ്പാർക്ക് വരും. അതും വേണ്ട ഒരു തീപ്പെട്ടി നിങ്ങളൊന്ന് എഴുതി വയ്ക്കാൻ മതി. അത്
കത്തി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് ഒരു സ്പാർക്ക് വരും. അതാണ് ലർമ്മ്. ആ സ്പാർക്ക് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ആ ചെറിയ തീയിന്റെ വെളിച്ചത്തിന്റെ നൂറിന്റെ ഒരു ചെറിയ വെട്ടം പോലും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ മറല് എന്ന് പറയുന്നത്. അല്ലാതെ ഹൃദയത്തിന് രോഗം എന്നുള്ള അർത്ഥത്തിനല്ല. ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതൊക്കെ പരിഹസിക്കാറുണ്ട് ചില ആളുകൾ. ഹൃദയത്തിലെ രോഗം എന്ന് പറയുന്നത് അവന്റെ ഈ വിജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചം കിട്ടാത്ത ഇരുളടഞ്ഞ അവന്റെ മനസ്സിനെയാണ്, ചിന്തയെയാണ് ആ പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പരിഹസിക്കുന്ന ആളുകൾക്ക് എന്തു പറഞ്ഞിട്ടും പരിഹസിക്കും. അത് അവരുടെ ഒരു തൊഴിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി ഒന്നും പറയാനില്ല. അത് അനുസ്യൂതം അവർ തുടരട്ടെ, അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ശാരീരികമായ രോഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതായത് ബയോളജിക്കലായ അല്ലെങ്കിൽ ഫിസിക്കലായ രോഗമല്ല ഖുർആനിന്റെ വിഷയം എന്നർത്ഥം. ഖൽബുൻ മരീദുൻ എന്നല്ലാതെ ജസദുൻ മരീദുൻ അല്ലെങ്കിൽ ജിസ്മുൻ മരീദുൻ എന്ന് എവിടെയെങ്കിലും ഖുർആനിലുണ്ടോ? ജസദും ജിസ്മും ബദനും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ബദന്, ജസദ്, ജിസ്മ്. ജസദാണ് വെറും ശരീരം, ജിസ്മ് അതിൽ ജീവനും കൂടി ഉണ്ട്. അപ്പോ വെറും പദാർത്ഥവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിന്റെ ജസദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ജസദ് മരീദ് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ജസദുൻ മരീദുൻ അല്ലെങ്കിൽ ജിസ്മുൻ മരീദുൻ? ഇല്ലല്ലോ. ജിസ്മ അതിന്റെ മുകളിലാണ് കേട്ടോ. ഈ ജസദിന്റെ വെറും ശരീരം എന്നുള്ള അർത്ഥത്തിന് മാത്രമല്ല, അതിന്റെ മുകളിലാണ്. എന്നാലും അങ്ങനെയെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ശരിക്ക് ചോദിക്കേണ്ടത് ജസദുൻ മരീദുൻ എന്നാണ്. അങ്ങനെ ഉണ്ടോന്നാ ശരിക്ക് ഞാൻ ചോദിക്കേണ്ടത്. ഇല്ലല്ലോ. ശാരീരികമായ രോഗം അല്ലെങ്കിൽ കൽബുൻ മരീദ് എന്ന് ഖുർആനിലുണ്ട്. മാ ജഅലല്ലാഹു ലിറജുലിൻ ഫീ ജൗഫിഹി മിൻ ഖൽബൈനി എന്ന് പറയുന്ന ആ രണ്ട് കൽബ് അതാണ്. അല്ലാതെ ഒരു വാപ്പാക്ക് പോറ്റുപുത്രനും പുത്രനാക്കി കാണുന്ന ആ രണ്ട് കൽബ് കൊടുത്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിനല്ല. അങ്ങനെയാണ് അവിടെ വിശദീകരിക്കുന്നത്. പോറ്റുപുത്രനെ സ്വന്തം പുത്രനായി കണക്കാക്കുന്ന ഈ രണ്ട് കൽബ് ഒരു റജുലിന് കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ ഒരു പിന്നെ ഇമ്രഅത്തിന് കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മൾ അന്ന് ചോദിച്ചത് ആ ക്ലാസ് എടുത്തപ്പോ. ഒരു പെണ്ണിന് കൊടുത്തിട്ടുണ്ടോ, റജുലിന് ആണിന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കൽബൈനി എന്ന് പറയണമെങ്കിൽ കൽബും മരീദ് അല്ലെങ്കിൽ കൽബുൻ സലീം. ഇല്ലാമൻ അതല്ലാഹ ബി കൽബിൻ സലീം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞത് കൽബും മരീദാണ്. മനസ്സിലായോ? അതാണ് വമൻ കാന മിൻകും മരീദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്റെ ഗുരുനാഥൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറയണ്ടായി, അദം മിൻ റഅ്സിഹി എന്ന ആയത്ത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ, അൻസാരി നീ അദം മിൻ റഅ്സിഹി എന്നുള്ള ആ മിൻ റഅ്സിഹി എന്നുള്ള പ്രയോഗം ശ്രദ്ധിച്ചോ, നീ നോക്കിയോ എന്ന് ചോദിച്ചു. എന്താ അവിടെ ഇത്ര നോക്കാനുള്ളത്? തലയിൽ രോഗമല്ലേ ചോദിച്ചു. അതിന് അദം ഫി റഅ്സിഹി എന്നല്ലേ പറയാം. ഇത് അദൻ മിൻ റഅ്സിഹി എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നുള്ള രോഗം എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ ചിന്താപരമായ ബുദ്ധിപരമായ പ്രശ്നമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇത്തരം നിസ്സാരമായ പ്രയോഗങ്ങൾ വരെ നീ സൂക്ഷ്മമായി പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നെന്നോട് ഉപദേശിക്കേണ്ടത്. അദ്ദേഹം പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് സ്വയം ഒന്ന് പുകഴ്ത്തലാവുമോ എന്ന് ഭയം കൊണ്ട് ഞാനത് പറയുന്നില്ല. വേറെ വിഷയത്തിലേക്ക് പോകാം നമുക്ക്. അപ്പൊ അദം മിൻ റഅ്സിഹി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ തലയിൽ എന്തെങ്കിലും ദീനുണ്ടാകുക എന്നല്ല. അദം മിൻ റഅ്സിഹി എന്ന്, അതാണ് ഞാൻ യസ്അലൂനക അനിൽ മഹീളി ഖുൽ ഹുവ അദൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അതാണ്. അദം അത് പിന്നെ ഫിക്രിയായ അതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചിന്താപരമായ അതയാണ് അവിടെ. ഫിക്രിയായ അഫ്കാറുകളിലുള്ള അതാണ്. മറ്റതും അത് തന്നെയാണ്. അദം മിൻ റഅ്സിഹി എന്ന് പറയുന്നത് അവിടുന്ന് വരുന്നത് അതാണ്.
വംസഹു ബിറൂസിക്കും എന്ന് പറയുന്നത് അതാണ്. അവിടെ ബിയ പറഞ്ഞത് എന്തുകൊണ്ട്? ആ ചിന്തയിലെ നിന്ന് വരുന്ന ആ ചിന്തകളുടെ തലയിൽ നിന്ന് വരുന്ന ആ ചിന്തകൾ കൊണ്ടാണ് നമ്മുടെ അഴുക്കുകളെ മുഴുവൻ അതിന്റെ വസീലത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ അഴുക്കുകൾ മുഴുവൻ തുടച്ച് സ്കാൻ ചെയ്ത് വൃത്തിയാക്കി തുടച്ച് മിനുക്കേണ്ടത്. അതാണ് വംസഹു ബിറൂസിക്കും എന്ന് പറഞ്ഞത്. ഇത്തരം നിസ്സാരമായ പ്രയോഗങ്ങളിൽ വരെ എന്താണ് ഇത്ര സൂക്ഷ്മമായി കണിശമായിട്ടാണ് ഖുർആനിന്റെ പ്രയോഗം. നിങ്ങൾ നോക്കി, എത്ര കണിശമായിട്ടാണ്, സൂക്ഷ്മമായിട്ടാണ് അതിന്റെ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളുടെ പ്രയോഗവും. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. വേണ്ടവർക്ക് എടുക്കാം, ഇതിലൊന്നുമില്ല. എന്താ ഈ നിങ്ങളെ ഖുർആനിലുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു വചനം പോലും വായിക്കാത്ത ആളുകളാണ് അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് ചിരി വരികയാണ്. ഒരധ്യായം പോലും അതിന്റെ നേരെ വായിക്കാതെ ഞാനൊക്കെ വായിച്ചിട്ടുണ്ട്, എന്താ ഇതിലുള്ളത് എന്ന് ചോദിക്കുന്ന ചില സാധുക്കളുടെ ചോദ്യം കാണുമ്പോൾ പാവം. വിജ്ഞാനത്തിന്റെ അറിവിന്റെ മേഖലയിൽ ആ സാധുപ്പ് എവിടെയാണ് നിൽക്കുന്നത് എന്ന പാവം എന്ന തോന്നലാണ് നമ്മളെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകുന്നത്. സാധു എവിടെ നിൽക്കുന്നത് എന്നുള്ളത് അതാണ്. വമങ്കാനമെങ്കും മരീലൻ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ രോഗം എന്ന് പറയുന്നത് ഫി കുലൂബിഹിം മറലുൻ എന്നാണ്. കൽബും മരീലാണ്, കൽബും സലീമാണ്. രണ്ട് രീതിയിലാണുള്ളത്. ഇനി ഔ അല സഫരിൻ എന്നാണ്. നിങ്ങൾ സഫറിലാണെങ്കിൽ, അതും ഞാനിപ്പോ എൻ്റെ ഈ നാട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്ത കോഴിക്കോടെത്തും. ആ യാത്രയല്ല ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർമ്മശാസ്ത്രത്തിലൊക്കെ പറയുന്ന യാത്രയുടെ ദൂരം, പഠിച്ചോനെ, ഇന്നിപ്പോ ആ കിലോമീറ്ററുകളൊക്കെ അരമണിക്കൂർ കൊണ്ട് എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ കൊണ്ട് ആ പറയുന്ന കിലോമീറ്റർ എത്താൻ കഴിയും. അന്നിപ്പോ നമ്മള് കിലോമീറ്റർ എണ്ണൊന്നും പറഞ്ഞിട്ടിപ്പോ ഞാൻ ആ ഇരുട്ടൊന്നും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നില്ല. നമുക്ക് കത്തിക്കാനുള്ള വെളിച്ചം കത്തിച്ചു വെച്ചാൽ മതി. സൂര്യൻ വരുമ്പോ കൂരിരുട്ടും നീങ്ങി വെളിച്ചം വരും എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ആ പറയുന്ന നമ്മൾ തന്നെ പിന്നെ ആ ഇരുട്ടുകൾ ഓരോന്നും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പിന്നെ അതിനെ വെളുപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരു റോഡിലൂടെ ഓടുന്ന വാഹനം വരെ ആ കർമ്മശാസ്ത്രങ്ങളിൽ പറയുന്ന ദൂരം നിസ്സാരമായി യാത്ര ചെയ്യാൻ കഴിയും. അപ്പോ ആ നിസ്സാരമായി മുകളിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ, അത് മണിക്കൂറുകൾ, അരമണിക്കൂറാണെങ്കിൽ വേണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ യാത്രയൊക്കെ ഒന്നുമില്ലെങ്കിൽ അതിന്റെ ആ യാത്രയുടെയൊക്കെ കിലോമീറ്റർ എന്തുകൊണ്ട് ഇങ്ങനെ നിശ്ചയിച്ചു എന്നുള്ളതെങ്കിലും ആളുകൾ ചിന്തിക്കണ്ടേ. അത് എത്രമാത്രം യുക്തിരഹിതമാണ്, പിന്നെ ബുദ്ധിരഹിതമാണ് ആ നിശ്ചയിക്കൽ എന്നുള്ളതൊക്കെ. അപ്പൊ ഇന്നലെ വരെ ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിക്കേണ്ട ഈ വിഷയത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഈ ഡീഹൈഡ്രേറ്റിന്റെ കാരണങ്ങളാലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അതൊന്നും ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറയുന്നില്ല. വ്യക്തികളോ അവരുടെ സംഭവങ്ങളൊന്നും ഞാൻ സാധാരണ പറയാറില്ല. ആശയങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ടാണ് അത് പറയാത്തത്. അതാ പറയുന്നത്, അത് കാര്യമാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു ബുദ്ധിപരവും മാനുഷികവുമായ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്ന രീതിയിൽ ശക്തമായ ചൂടുള്ളതോ സൂര്യവെയിലുള്ളതോ ആയ ഇടങ്ങളിൽ, കല്ലുകളിലും അതിനേക്കാൾ പ്രയാസകരമായ ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് നോമ്പ് വേണം. അവർക്ക് ഖുർആനിൽ ഇളവില്ല. കാരണം മരീദിനും മുസാഫിറിനും മാത്രമേ ഇളവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കൂ, മരീദ് സഫറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവര് നോമ്പിന് ഇളവ് നിശ്ചയിച്ച ആ യാത്രയുടെ ദൂരം എന്ന് പറയുന്നത് ആധുനിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും എയർ കണ്ടീഷനും ഒക്കെ ഉള്ള
എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിച്ചാൽ പോലും 1 മണിക്കൂർ തികച്ചു വേണ്ട ആ ഈ ദൂരം യാത്ര ചെയ്തെത്താൻ. എന്നാൽ വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ മിനിറ്റുകൾ വേണ്ട. അപ്പൊ അവർക്ക് നോമ്പ് വേണ്ട. നേരെ മറിച്ച് അതിനേക്കാളൊക്കെ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന, ജലാംശം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വരെ ജോലി ചെയ്യുന്ന, വെള്ളം അകത്തേക്ക് ചെന്നിട്ടില്ലെങ്കിൽ, ഇടക്കിടക്ക് ജലാംശം ശരീരത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ തളർന്നു വീഴാൻ വരെ സാധ്യതയുള്ള ജോലിയിടങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇളവില്ല. നമ്മുടെ തലക്കെട്ട് അതാണ്. എന്തുകൊണ്ട് രോഗിക്കും യാത്രക്കാരനുമുള്ള ഇളവ് കഠിനമായ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവന് ഖുർആൻ കൊടുത്തില്ല എന്ന്. അത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ശാരീരികമായ യാത്രയോ ശാരീരികമായ രോഗമോ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതാണ് വമങ്കാനമിങ്കും മരീലൻ ഔ അലാ സഫരിൻ എന്ന് പറയുന്നത്. സഫർ പറഞ്ഞല്ലോ, വസ്സുബ്ഹി ഇദാ അസ്ഫറ എന്ന് പറഞ്ഞല്ലോ. സുബഹിയാണ് സഫറിലേക്ക് പോകുന്നത്, വെളിച്ചത്തിലേക്ക് പോകുന്നത്. ആ വെളിച്ചം തേടിയുള്ള യാത്രയാണത്. അതാണ് ബി ഐദി സഫറ എന്ന് പറയുന്നത്. ആ വെളിച്ചം തേടി, വെളിച്ചം അന്വേഷിച്ചു പോയ ആളുകളുടെ കരങ്ങളാൽ എന്ന് പറയുന്നത് അവരുടെ എല്ലാവിധ കഴിവുകളാലും രചിക്കപ്പെട്ടതാണിത് എന്ന് പറയുന്നത്. അവരുടെ കൈകൊണ്ട് എഴുതിണ്ടാക്കിയത് എന്നല്ല. അവരുടെ തഈദ്, അവരുടെ തഈദ്, അവരുടെ എന്തൊക്കെ കഴിവുകളും ശേഷികളുമുണ്ടോ അതൊക്കെ വെച്ചുകൊണ്ടാണ് അവർ സഫറിലേക്ക് എത്തിയ ആളുകളാണ്. അതാണ് ബി ഐദി സഫർ എന്ന് പറയുന്നത്. യാത്രക്കാരുടെ കൈകളാൽ എഴുതപ്പെട്ടത് എന്നല്ല. ബി ഐദി മുസാഫിർ എന്നല്ല. അതാണ് ഖുർആനിൽ സഫർ ഒന്നും ഒരു സ്ഥലത്തും നമ്മുടെ ഈ കിലോമീറ്ററുകളുടെ അല്ലെങ്കിൽ ശാരീരികമായ യാത്രയല്ല, അവൻ്റെ ഫിക്രിയായ യാത്രയാണ്, ചിന്താപരമായ യാത്രയാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവൻ പിന്നീട് അതിന് മറ്റു വേളകൾ തയ്യാറെടുത്ത് അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നത് അതാണ്. അതാണ് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറയുന്നത്. അതാണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. സലാം.